ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ലിവർപൂളിലുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു സഫാരി പാർക്കിലേക്കാണ്, നോസ്ലി സഫാരി പാർക്ക്. അപ്പം ഞങ്ങൾ ആദ്യം ഡ്രൈവ് ചെയ്ത് അകത്തേക്ക് ചെന്നു. അപ്പം നിങ്ങൾക്ക് ടിക്കറ്റ് ഒക്കെ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ടിക്കറ്റ് അവൈലബിൾ ആണ്. നോസ്ലി സഫാരി പാർക്കിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കാവുന്നതുമാണ്. ടിക്കറ്റിൻ്റെ റേറ്റൊക്കെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ആദ്യം അവിടെ വന്നു, ടിക്കറ്റ് കാണിച്ചു, ചെക്ക് ഇൻ ചെയ്തു. പക്ഷെ നമ്മൾ അകത്തേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാൻ അവിടെ ഒരാളുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓസ്ട്രിച്ചിനെ ഇത്ര അടുത്ത് കാണുന്നത്. സൂലൊക്കെ പോയി കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ തൊട്ടടുത്ത് കാണുന്നത് ഇത് ആദ്യമായിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്ന് സഫാരി ചെയ്യാനായിട്ട് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വെഹിക്കിൾ യൂസ് ചെയ്യാം, നമ്മളുടെ കാർ തന്നെ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സഫാരി ബസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്തിട്ട് അതിലാണെങ്കിലും നമുക്ക് പോവാം. ഈ സഫാരിയിൽ എനിക്ക് മോസ്റ്റ് എക്സൈറ്റഡ് ആയിട്ട് തോന്നിയത് ഈ വൺ ഹോൺഡ് റൈനോയെ കണ്ടപ്പോഴാണ്. ഇതിനെ ഇന്ത്യൻ റൈനോസറസ് എന്നും പറയാറുണ്ട്. പണ്ടെപ്പോഴോ ട്രിവാൻഡ്രം സൂവിൽ പോയപ്പോഴാണ് ഇതിനെ കണ്ടിട്ടുള്ളത്. പിന്നെ ഇത്ര അടുത്ത് ഇപ്പോഴാണ് കാണുന്നത്. നമുക്ക് നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വന്ന് ഒരു ദിവസം അടിച്ചു പൊളിക്കാനായിട്ട് ഇവിടെ നന്നായിരിക്കും. എസ്പെഷ്യലി ഫോർ കിഡ്സ്, അവർ നന്നായിട്ട് എൻജോയ് ചെയ്യും. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഈ സഫാരി ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ ഇത്ര ആനിമൽസിനെയൊക്കെ അടുത്ത് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതേ ഇല്ല. പക്ഷേ ഇത് ശരിക്കും ഒരു എക്സൈറ്റിംഗ് മൊമെൻ്റ് തന്നെ ആയിരുന്നു. ഈ ട്രിപ്പിൽ എനിക്ക് ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ട് തോന്നിയ ഒരു ഏരിയ ഇതാണ് കേട്ടോ. നമ്മൾ ഇനി പോകാൻ പോകുന്നത് ബബൂൺസിൻ്റെ ഏരിയയിലേക്കാണ്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ വാർണിങ്സും സൈൻ ബോർഡ്സും ഒക്കെ കാണാം. അപ്പോൾ അവരവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വണ്ടി സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഈ ബബൂൺസ് ഭയങ്കര അപകടകാരികളാണ്. അത് ചെല്ലുമ്പോൾ നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ തന്നെ അത് കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഇവർ വണ്ടിയിലേക്ക് ഓടി കയറിയപ്പോൾ ഞങ്ങൾ ആദ്യം ഒന്ന് പേടിച്ചു. കാരണം നമ്മുടെ മുന്നിൽ പോയ വണ്ടിയുടെയൊക്കെ മിററും അതിൻ്റെ പാർട്സ് ഒക്കെ ഇളക്കി കളയുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും സംഭവിച്ചില്ല. അവർ കുറച്ചു നേരം വണ്ടിയിൽ നിന്നു, നമ്മളെ ഒന്ന് പേടിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവർ തന്നെ അങ്ങ് പോയി. അങ്ങനെ ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഇനി കടക്കാൻ പോകുന്നത് ദ കിങ് ഓഫ് ഫോറസ്റ്റ്, ലയണിൻ്റെ ഏരിയയിലേക്കാണ്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ സിംഹത്തിന്റെ വരവ് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇന്ന് രാവിലെ ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ നിന്നപ്പോൾ ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിംഹത്തിനെ ഒന്നും കാണാൻ പറ്റുന്നൊന്നും വിചാരിച്ചിരുന്നില്ല കേട്ടോ. പക്ഷെ അടുത്ത് കണ്ടതിൽ ഒരുപാട് സന്തോഷം തോന്നി.
നാട്ടിലെ സൂവിലൊക്കെ പോയി നമ്മൾ ഈ ആനിമൽസിനെ എല്ലാം തന്നെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ ഈ ആനിമൽസിനെ ഇങ്ങനെ കാണാൻ പറ്റുന്നത് അതൊരു പ്രത്യേകത തന്നെയാണ്. അങ്ങനെ ഒരു 2.5 hours കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഡ്രൈവ് സഫാരി ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ നേരെ പോകുന്നത് ഫുഡ് സഫാരിയിലേക്കാണ്. പക്ഷെ ഞങ്ങൾ ഒരു 3 മണിയോട് കൂടിയാണ് അവിടെ എൻട്രി ചെയ്തത്. ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 5-5:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ക്ലോസിങ് ടൈമും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഫുഡ് സഫാരിയിലേക്ക് ഞങ്ങൾക്ക് അന്ന് പോകാൻ സാധിച്ചില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് കുട്ടികളുടെ ഒരു പാർക്ക് ഏരിയയിലേക്കാണ്. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ലൊരു പ്ലേ ഏരിയ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാനും നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് അവിടെ നല്ലൊരു ഏരിയ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ലേക്ക് വ്യൂ ഒക്കെ കണ്ട് മുന്നോട്ട് നടന്നപ്പോഴാണ് അവിടെ ഒരു സീ ലൈൻ ഷോ ഉണ്ടെന്ന് നമ്മൾ കേട്ടത്. അപ്പം നമ്മൾ നേരെ ആ ഷോയിലേക്ക് കയറുക ചെയ്തത്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു ഷോ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ കുട്ടികൾക്ക് വെക്കേഷനൊക്കെ ആണല്ലോ. നിങ്ങൾ കുട്ടികളെയും കൂട്ടി ഇവിടെ വരിക, ഫ്രണ്ട്സിനെയും കൂട്ടി വരിക. എല്ലാവരും ഒരു ഹോൾ ഡേ ഫുൾ എൻജോയ് ചെയ്യാനുള്ള അത്ര കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും വന്ന് ഈ സഫാരി പാർക്ക് എക്സ്പീരിയൻസ് ചെയ്യുക. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, അതായത് ടിക്കറ്റ് ചാർജ് കാര്യങ്ങൾ, ഇതിൻ്റെ ഓൺലൈൻ സൈറ്റ്, പിന്നെ ഇതിലേക്കുള്ള റൂട്ട് മാപ്പ്, ഇതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.